വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് ഈ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ട് അവർക്ക് പ്രഗ്നൻസി നഷ്ടമായി പോയിട്ടുണ്ട് കേട്ടോ. അവരറിയാതെയാണെങ്കിൽ ഈ മിസ്റ്റേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തപ്പോഴായിരുന്നു അവർക്ക് പ്രഗ്നൻസി കിട്ടിയത് നഷ്ടമായി പോയതും. അതുപോലെ തന്നെ ഈ ഒരു ഇഷ്യൂ ക്ലിയർ ചെയ്യാതെ വന്നത് കൊണ്ട് ഒരുപാട് പേർക്ക് പ്രഗ്നൻസി നീണ്ടുപോയതുമായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് തൈറോയിഡിനെ പറ്റിയിട്ടാണ്. തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിലെ എല്ലാവിധ ആക്ടിവിറ്റീസും ഒട്ടുമിക്ക ആക്ടിവിറ്റീസും നോർമലായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് ഉണ്ടാകേണ്ട ഒന്നാണ് ഈ തൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഇംബാലൻസസ് ബോഡിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനെയും അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പലരും തന്നെ കേട്ടിട്ടുണ്ടാകും ഹൈപ്പർ തൈറോയിഡിസത്തിനെ പറ്റിയിട്ടും ഹൈപ്പോ തൈറോയിഡിസത്തിനെ പറ്റിയിട്ടും. എക്സസ് ആയിട്ട് തൈറോയ്ഡ് ഹോർമോൺ ബോഡിയിൽ ഉണ്ടാകുന്നതാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. എന്നാൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ലെവലിൽ തൈറോയ്ഡ് ഹോർമോൺ ശരീരത്തിൽ ഇല്ലെങ്കിൽ അത് ഹൈപ്പോ തൈറോയിഡിസം എന്നാണ് കണക്കാക്കുന്നത് കേട്ടോ. നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒട്ടുമിക്ക കാര്യങ്ങളും എഫക്റ്റീവായിട്ട് നടക്കണമെങ്കിൽ ബോഡിയുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനം നന്നായിട്ട് തന്നെ നടക്കണം കേട്ടോ. തൈറോയ്ഡ് ഇഷ്യൂ അത് കൺട്രോൾഡ് അല്ലാത്ത രീതിക്കാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് മിസ്കാരേജ് ഉണ്ടാകുന്നതിന് അത് കാരണമാകും കേട്ടോ. എസ്പെഷ്യലി ഈ ഒരു കാര്യം ഉണ്ടാകുന്നത് ഹൈപ്പോ തൈറോയിഡിന്റെ കേസിലാണ്. പല ആളുകളും പറയുന്നുണ്ട്, ചേച്ചി പ്രഗ്നന്റ് ആകാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ തൈറോയ്ഡ് ഉണ്ട്, മെഡിസിൻ ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ചില ആളുകൾ തൈറോയിഡിന്റെ ലക്ഷണങ്ങൾ ഒരുപാട് ബോഡിയിൽ ഉണ്ടായിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ മുൻപോട്ടേക്ക് പോകുന്നവരുണ്ട്. ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് മാത്രം എടുത്തിട്ട് മുൻപോട്ടേക്ക് പോയിട്ട് തൈറോയിഡിന്റെ മെഡിസിൻസ് എടുക്കാത്ത ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ തൈറോയ്ഡ് കുറവാണെങ്കിൽ അത് എങ്ങനെയൊക്കെ മനസ്സിലാക്കാമെന്ന് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ കണ്ടുപിടിക്കണം. അതിനുശേഷം ഈ തൈറോയിഡിന്റെ പ്രവർത്തനം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മുടെ ഓവുലേഷനെ ഇംപ്ലാന്റേഷനെ അഫക്റ്റ് ചെയ്യണമെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതിന് കുറച്ച് ലക്ഷണങ്ങളുണ്ട്. ഏകദേശം 10 ലക്ഷണത്തിനെ പറ്റിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് നമുക്ക് ക്ഷീണം ഉണ്ടാവുക എന്ന് പറയുന്നതാണ്. പ്രഗ്നൻസി ആകുന്ന ഒരു സ്ത്രീക്ക് ക്ഷീണവും തളർച്ചയും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാകും. പലപ്പോഴും നമുക്ക് ഈ ക്ഷീണവും തളർച്ചയൊക്കെ പീരിയഡ്സിന്റെ ഡേ മുതൽ തന്നെ നമുക്ക് സ്റ്റാർട്ടായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസിന്റെ ഒരു പ്രശ്നമായിരിക്കും. തൈറോയിഡിന്റെ പ്രവർത്തനം ഇതുപോലൊരു ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരീരം ശ്രദ്ധിക്കണം. ഡോക്ടറോട് ആ ഒരു കാര്യം നമ്മൾ പറയണം കേട്ടോ. രണ്ടാമത്തേതാണ് വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ചില ആളുകളെ കണ്ടിട്ടില്ല, അവർ ഭക്ഷണം ഒന്നും ഒട്ടും തന്നെ കഴിക്കുന്നുണ്ടാവില്ല, പക്ഷെ വണ്ണം വെക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലരുടെ ശരീരപ്രകൃതി അങ്ങനെയാണ്. ജനിച്ചപ്പോൾ മുതൽ ആ ഒരു ശരീരപ്രകൃതി ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ പ്രത്യേകിച്ച് നമ്മളതിനെ ബോധർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറ്റൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് എക്സസൈസ് ഒക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നോർമലാകും. എന്നാൽ അങ്ങനെയല്ലാതെ ഇടക്കാലം വെച്ചിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ തന്നെ വണ്ണം വെച്ച് പോകുന്നുണ്ടെങ്കിൽ അത് ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളത് കൊണ്ടാണ്. തൈറോയിഡോ PCODയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽത്ത് കണ്ടീഷൻ നിങ്ങൾക്കുള്ളത് കൊണ്ടും അങ്ങനെ സംഭവിക്കുക കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഓവർവെയിറ്റ് ആയിട്ട് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അതിനൊന്ന് ശ്രദ്ധ കൊടുക്കണം കേട്ടോ. മൂന്നാമതായിട്ട് നമുക്ക് മസിൽ പെയിനും അതുപോലെ ജോയിന്റ് പെയിനും കണ്ടിന്യൂസ് ആയിട്ട് മുട്ടുകാല് വേദന, നടുവേദന, കഴുത്ത് വേദന, കാലിൻ്റെ ഭാഗമൊക്കെ വേദനയായിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രവർത്തനം നല്ലതായിട്ട് നടക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകാം. ജോയിൻസിലുള്ള പെയിൻ അല്ലാതെ നമുക്ക് മുട്ടിന് കീഴ്പോട്ടേക്കുള്ള ഭാഗത്ത് മസിൽസിലൊക്കെ വേദന വരിക, അതുപോലെ കൈയുടെ മസിലിനൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. വെറുതെ പെയിൻ കില്ലർ കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഓയിൽമെന്റ് പുരട്ടിയിട്ടോ മാത്രം ഇരിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് വേദന വരുമ്പോഴേക്കും ഡോക്ടറെ കണ്ടതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. നാലാമത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മൂഡ് സ്വിങ്സ് ആണ്. നമുക്ക് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. പലപ്പോഴും ഓവുലേഷൻ നടക്കുന്നതിന് മുൻപ് പ്രിമെൻസ്ട്രൽ ആയിട്ടുള്ള മൂഡ് സ്വിങ്സ്, അതുപോലെ പ്രഗ്നൻസി ആയി കഴിയുമ്പോൾ മൂഡ് സ്വിങ്സ്, അതുപോലെ തന്നെ PCOD ഉള്ളവർക്കും ഉണ്ടാകും മൂഡ് സ്വിങ്സ്, അതുപോലെ തൈറോയ്ഡ് ഉള്ളവർക്കും ഈ ഒരു പ്രവർത്തനം ഉണ്ടാവും കേട്ടോ. മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, നിസ്സാര കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഭയങ്കര ഹൈപ്പറായി പോവുക, അതുപോലെ നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് വരെ ഇരുന്ന് കരയുക, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂഡ് സ്വിങ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത് കേട്ടോ. അങ്ങനെയുള്ള ആളുകളും ഒരു എക്സ്പേർട്ട് അഡ്വൈസ് എടുക്കാൻ വേണ്ടിയിട്ട് മുതിരുന്നത് നല്ലതാണ്. കണ്ടിന്യൂസ് ആയിട്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അഞ്ചാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കോൾഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. എപ്പോഴും ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുക, കയ്യിലാണെങ്കിലും തൊട്ട് നോക്കുമ്പോൾ തണുപ്പ് ഉണ്ടാവുക. നമ്മൾ ഈ ഒരു തൈറോയിഡിന്റെ പ്രവർത്തനമൊക്കെ ലോ ആവുന്ന സമയത്ത് നമ്മുടെ മെറ്റബോളിസത്തിനും കുറയാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തണുപ്പ് കയ്യിലൊക്കെ അനുഭവപ്പെടും. ഇപ്പം നമുക്കൊരു സമ്മർ സീസൺ ആണ്, പക്ഷെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് കയ്യിലൊക്കെ തണുപ്പാണ്, നമുക്ക് മൊത്തത്തിലൊരു തണുപ്പാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണുന്നത് നല്ലതാണ് കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടാണ് കോൺസ്റ്റിപ്പേഷൻ. പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. നമുക്ക് വയറ്റിന് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ. നോർമലായിട്ട് മോഷൻ പാസ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ മറ്റുള്ള അസ്വസ്ഥതകളൊക്കെ വയറിലുണ്ടാകും,
പിന്നെ അതായത് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബ്ലോട്ടിങ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ വയറിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നുണ്ട്, ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടും പിന്നെ ഇത് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവുക. തൈറോയ്ഡ് ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് മുടി കൊഴിച്ചിലുണ്ടാവാനായിട്ടുള്ള ചാൻസസ് നല്ല കൂടുതലാണ് കേട്ടോ. പല ആളുകളും മുടി കൊഴിച്ചിലുണ്ടാകുമ്പോഴേക്കും വെള്ളം മാറിയതിൻ്റെയാണ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആണെന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുന്നവരുണ്ട്. പക്ഷേ ഈ മുടി കൊഴിച്ചിലിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ആണ് ഹോർമോണൽ ഇംബാലൻസസ് കേട്ടോ. അതും കൂടി നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തൊരു ലക്ഷണമാണ് ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ സമ്മർ സീസൺ ആണ്, അതുകൊണ്ട് പലരും ചിലപ്പോൾ അത് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. നമുക്ക് ചുണ്ട് വരണ്ട് നന്നായിട്ട് പൊട്ടുക, അതുപോലെ കാലിൻ്റെ അവിടെ പൊട്ടുക, നമുക്ക് സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ അനുഭവപ്പെടുക, എന്താ മുരി പിടിക്കാന്നൊക്കെ പറയില്ലേ പഴയ ആൾക്കാർ, അതുപോലെയുള്ള ചേഞ്ചസ് ഒക്കെ സ്കിന്നിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ ഹെയറും അതുപോലെ തന്നെ നെയിലും വീക്കായി പോവുക. ചില ആളുകളുടെ മുടി ഇങ്ങനെ പഞ്ഞി മുടി പോലെ ആയി പോകും, പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുപോലെ തന്നെ നഖമാണെങ്കിലും നഖം നമുക്ക് ഓൾമോസ്റ്റ് സ്ട്രോങ് ആയിട്ടുള്ള ഒന്നാണല്ലോ, പക്ഷെ പെട്ടെന്ന് ആ നഖം വിണ്ട് വരിക, പൊട്ടി പോവുക, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും ശ്രദ്ധിക്കണം കേട്ടോ. ഈ തൈറോയിഡിന്റെ അല്ലെങ്കിൽ കൂടി തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ ഡെഫിഷ്യൻസീസ് ഒക്കെ ബോഡിയിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ സംഭവിക്കാം കേട്ടോ. ആൻഡ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് പീരിയഡ്സ് ഇറഗുലർ ആയിട്ട് പോവുക എന്നുള്ളതാണ്. പീരിയഡ്സ് ഇറഗുലർ ആയി പോകുന്നത് തൈറോയിഡ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ്. ചില ദിവസങ്ങളൊക്കെ നന്നായിട്ട് അങ്ങോട്ട് നീണ്ടു പോകും, ചിലപ്പോൾ 1-2 മാസമൊക്കെ ഡിലേ ഉണ്ടാകും. ചില ആളുകൾക്കെന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് സ്പോട്ടിങ് പോലെ ഉണ്ടാകും. ഒരു മാസത്തിൽ തന്നെ 3-4 പ്രാവശ്യമൊക്കെ സ്പോട്ടിങ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് പോലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇത് എങ്ങനെയാണ് നമ്മുടെ ഇംപ്ലാന്റേഷനെയും അതുപോലെ പ്രഗ്നൻസിയും അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പല ആളുകളും ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ തൈറോയിഡിനെ അത്ര കാര്യമായിട്ട് അങ്ങോട്ട് കാണാറില്ല. അങ്ങനെ വരുന്ന സമയത്ത് അത് നമ്മുടെ കുഞ്ഞിൻ്റെ ഡെവലപ്മെന്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടന്നു വന്നിരിക്കട്ടെ, തൈറോയ്ഡ് ഹോർമോൺ ഫീച്ചേഴ്സിന്റെ ഗ്രോത്തിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ് വഹിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ഫീച്ചേഴ്സിന്റെ ബ്രെയിനും അതുപോലെ ഗ്രോത്തിനും ഡെവലപ്മെന്റിന്റെ ആ ഒരു ഫംഗ്ഷൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് ബ്രെയിൻ്റെയും അതുപോലെ ഡെവലപ്മെൻറ്റും ഒക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ ഒരു തൈറോയ്ഡ് ഫംഗ്ഷനാണ്. തൈറോയിഡിൻ്റെ ഫംഗ്ഷനിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം സംഭവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ഗ്രോത്ത് അവിടെ വെച്ച് നിന്ന് പോകാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെയാണ് പലർക്കും തന്നെ കെമിക്കൽ പ്രഗ്നൻസി ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ട് പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എത്തിക്കഴിയുമ്പോൾ കുഞ്ഞിന് വളർച്ചയില്ല, ഹാർട്ട് ബീറ്റ് ഇല്ല എന്നൊക്കെ പറയുന്നത് അമ്മയുടെ തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ കൃത്യമായിട്ട് നടക്കാത്തതും കൂടി കൊണ്ടായിരിക്കും കേട്ടോ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു കെമിക്കൽ പ്രഗ്നൻസി ഒക്കെ ഒരു ഹിസ്റ്ററി ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതല്ലാതെ തന്നെ നിങ്ങളിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ട്രൈ ചെയ്താൽ ഫെർട്ടിലിറ്റി ടൈമിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് ഈ തൈറോയിഡിൻ്റെ ഫംഗ്ഷന്. ഓവുലേഷൻ നടക്കാതിരിക്കാനായിട്ട് ഇത് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ പലർക്കും തന്നെ എഗ്ഗിൻ്റെ റിസർവ് കുറയുന്നതിനും എഗ്ഗിൻ്റെ ഒരു വാല്യൂ വോളിയം ഡിമിനിഷ് ആയി പോകുന്നതിനും ഇത് കാരണമാകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഫെർട്ടിലിറ്റി ട്രൈ ചെയ്യുന്ന സമയത്താണെങ്കിലും പ്രഗ്നൻ്റ് ആകുന്ന സമയത്താണെങ്കിലും തൈറോയിഡിൻ്റെ ലെവൽ നിങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നിങ്ങൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും കുഞ്ഞിന് നിങ്ങൾക്ക് അനീമിയ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതുമൂലം ലോ ബർത്ത് വെയിറ്റ് ഉണ്ടാകാം, പ്രിക്ലാംസിയ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, കുഞ്ഞിന് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകാം, ചില സിറ്റുവേഷനിൽ സ്റ്റിൽ ബർത്ത് വരെ ഉണ്ടാകാം. അതായത് കുഞ്ഞ് വയറിനകത്ത് വെച്ചിട്ട് തന്നെ മരിച്ചു പോവുക, നമ്മൾ അറിയാത്ത സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് സംഭവിക്കാം. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിപ്പോൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തൈറോയിഡിന്റെ ലെവൽ എത്രത്തോളം ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആകുന്നതിന് മുൻപ് തന്നെ തൈറോയിഡിന്റെ ഫംഗ്ഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ടല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് സാധിക്കും. ഇനി നിങ്ങൾ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ തൈറോയിഡിന്റെ ലെവൽ ഡോക്ടർ തന്നെ ചെക്ക് ചെയ്തോളും, മോണിറ്റർ ചെയ്തോളും. തൈറോയിഡ് ലെവൽ കുറഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻസ് ഡോക്ടർ തരുന്നത് നിങ്ങൾ എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതല്ലാതെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് മറ്റേതെങ്കിലും തരത്തിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ പറഞ്ഞു ചേച്ചി തൈറോയിഡ് നോക്കിയിട്ട് കൃത്യമായിട്ട് വരുന്നില്ല, തൈറോയിഡിന്റെ വ്യത്യാസം കൊണ്ട് എനിക്ക് പ്രഗ്നൻസി നഷ്ടമായി പോയി എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടോ. അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. ഇനി ഈ തൈറോയിഡിന്റെ ഫംഗ്ഷൻ കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ഫുഡ് ഐറ്റംസ് കഴിക്കാമെന്ന് നോക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് തൈറോയിഡിന്റെ ഹോർമോൺ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾ നന്നായിട്ട് കഴിക്കുന്നത് തൈറോയിഡിന്റെ ഗ്ലാൻഡ് നന്നായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സിറ്റുവേഷൻ ബോഡിയിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിനുവേണ്ടി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് നട്ട്സ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ബ്രേസിൽ നട്ട് എന്ന് പറയുന്നത്.
ചക്കക്കുരുവിൻ്റെ ഷേപ്പിലുള്ള ഒന്നാണ്. കാണുമ്പോൾ ഏറ്റവും ആദ്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ചക്കക്കുരു ആണെന്ന്. അങ്ങനെയുള്ളൊരു ഷേപ്പിലുള്ളതാണ് ഈ ബ്രേസിൽ നട്ട് എന്ന് പറയുന്നത്. അത് നിങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. ഒപ്പം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക. അതുപോലെ ഫിഷ് ഐറ്റംസും അതുപോലെ എഗ്ഗും കഴിക്കുക. അയോഡിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫിഷ് ഐറ്റംസ്, അയഡിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ അയഡൈസ്ഡ് ആയിട്ടുള്ള സോൾട്ട് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ചില സ്ഥലങ്ങൾ ഒരു തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകാനായിട്ട് ഏറ്റവും കൂടുതൽ ഒരു സാധ്യതയുള്ള സ്ഥലങ്ങളായിരിക്കും. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ ഒരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ടാകാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് നിങ്ങളുടെയെങ്കിലോ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഉപ്പ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സ്റ്റീലിൻ്റെ ബോട്ടിലാണ്, അല്ലെ ചില്ലുകുപ്പിയിലാണെങ്കിൽ അതൊരു ബ്ലാക്ക് കളറിലെ ചില്ലുകുപ്പിയായിട്ട് എടുക്കാനായിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, സൺലൈറ്റിൻ്റെ ഡയറക്റ്റ് എക്സ്പോഷർ വരാത്ത സ്ഥലത്ത് നിങ്ങൾ ആ ബോട്ടിൽ എടുത്ത് വെക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.